അപ്പോൾ അതെ നമ്മൾ ഈ ടൊയോട്ട ഫോർച്യൂണറിലായിരുന്നു നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയത്. അപ്പം എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ വർക്ക്? അതിന് മുന്നേ ഈ വാഹനങ്ങളുടെ എല്ലാ സ്പെയർ പാർട്സിനും ഭയങ്കര വിലക്കുറവാണ്. ടൊയോട്ടയുടെ വാഹനങ്ങളൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണെന്ന് ധാരണയുണ്ട്. ഒരിക്കലും അല്ല, പുതിയ വാഹനങ്ങൾക്ക് ഭയങ്കര വിലയെന്ന് വെച്ചാൽ നല്ല വിലയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് പെയിന്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പോളിഷിംഗ് ഉണ്ടായിരുന്നു, റിസർച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇതിന് കംപ്ലീറ്റ് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് സർവീസ് ഉണ്ടായിരുന്നു വിത്ത് ഒറിജിനൽ സ്പെയർ പാർട്സ്. അതായിരുന്നു കസ്റ്റമറുടെ ആവശ്യം. അതുപോലെ തന്നെ ഇതൊരു കല്യാണ ആവശ്യമായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാഹനം വേണമായിരുന്നു. അപ്പോൾ ഇതിന് എന്തൊക്കെയായിരുന്നു ആവശ്യം? അതായത് ഇതിന്റെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, പിന്നെ അതുപോലെ ബ്രേക്ക് പാർട്സ്. അപ്പോൾ ഇത്രയായിരുന്നു ഇതിന് സർവീസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം 530 ലിക്കി മൂലയാണ് ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മിക്ക ആൾക്കാർക്കും ഇപ്പോഴും ഞാൻ പറയാനുള്ള പോലെ തന്നെ ഔട്ട്സൈഡ് വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഷോപ്പിൽ നമുക്ക് ഒറിജിനൽ സ്പെയർ പാർട്സ് ലഭ്യമല്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ജെനുവിൻ സ്പെയർ പാർട്സ് ഇട്ട് ചെയ്യുന്ന വീഡിയോ കൂടുതൽ ചെയ്യാറുള്ളത്. ജെനുവിൻ സ്പെയർ പാർട്സ് മാത്രമല്ല, അതർ മേക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അത് കസ്റ്റമർ ആവശ്യപ്പെടുവാണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഫ്യൂൽ ഫിൽറ്റർ ഒക്കെ നമ്മളിങ്ങനെ ഡീറ്റെയിൽ ചെയ്യാനുള്ള കാര്യമുണ്ട്. ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് മാറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നേക്കണം. ശരിക്കും അവർക്ക് അതുകൊണ്ട് യാതൊരു ആവശ്യം മുമ്പ് എപ്പോഴും അവർക്കുണ്ടായ അനുഭവമാണ് എല്ലാം കാരണം. അപ്പോൾ ഇതിന്റെ റോട്ടറിന് സ്കോറിംഗ് ഉണ്ടായിരുന്നു, സോ അത് നമ്മൾ സ്കിം ചെയ്തിട്ടു. പിന്നെ നമ്മൾ ബ്രേക്ക് പാർട്സും കാര്യങ്ങളെല്ലാം ഇട്ട് പിന്നെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. അപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളുടെ പതിവ് ടെസ്റ്റ് ഡ്രൈവ് ആണ്. അപ്പം ഈ വാഹനം വരുമ്പോൾ ഞാൻ ഈ വാഹനം ഓടിച്ചു നോക്കിയിരുന്നു. ബ്രേക്ക് ഷട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി, കംപ്ലീറ്റ് പ്രശ്നങ്ങളും മാറി. ബ്രേക്ക് ഷട്ടറിങ്ങും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്കും പെയിന്റിംഗ് വർക്കും കഴിഞ്ഞു. ഇനി വാഷിംഗ് ആണ്. വാഷിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് പോളിഷിംഗ് ഉണ്ട്. പോളിഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്കാണ് പെയിന്റ് ചെയ്ത പോർഷൻസ്. അതെല്ലാം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു, ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവന്റ് ഡെലിവറി ചെയ്യുകയാണ്. ഇതുപോലത്തെ ഏത് വാഹനങ്ങളിലെയും എന്ത് വർക്കിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.